ഹലോ, ഈ പെരുന്നാളിന് സൈഡ് ഡിഷായിട്ട് ബിരിയാണി നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി സിമ്പിൾ പിക്കിളിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ബീട്രൂട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു വലിയ ബീട്രൂട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ഈത്തപ്പഴം. ഇത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 5-6 ഈത്തപ്പഴം എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തത്, പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയത് വേണം. പിന്നെ വേണ്ടത് നമുക്ക് വിനാഗിരിയാണ്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതും എടുക്കട്ടെ. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ബീട്രൂട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പച്ചമുളക് എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് കുറച്ചെടുത്തത്. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ബീട്രൂട്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈത്തപ്പഴം ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഈത്തപ്പഴം മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ബീട്രൂട്ട് അധികം കുക്കാവേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5-10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പിക്കിളാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കും. വിനാഗിരി ഏകദേശം ഞാനൊരു 1/2 കപ്പോളം ഉണ്ടാവും കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വിനാഗിരിയും ഈ ബീട്രൂട്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് എന്തെങ്കിലും സൈഡ് ഡിഷായിട്ട് വെറൈറ്റി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ആക്കിക്കോട്ടോ.